എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. ബിക്കോസ് ഇതിലൊരു സ്പെഷ്യൽ സംഭവം ഉണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ട് അവൻ ഒരു കാറ് വാങ്ങി. ഈ കാറിൻ്റെ ബ്രാൻഡ് നെയിം ഒക്കെ ഭയങ്കര ഫേമസ് ആണ് നാട്ടിലും ഇവിടെയൊക്കെ. പക്ഷെ ഈ ഒരു മോഡല് ഇതിനെപ്പറ്റി എത്ര പേര് കേട്ടിട്ടുണ്ടാവും എന്നെനിക്ക് ഉറപ്പില്ല. ഞാൻ തന്നെ അടുത്തിടെയായിട്ടാണ് ഇത് കേട്ടത്. അത്ര പരിചയമില്ലാത്തൊരു മോഡലാണിത്. പുതുതായിട്ട് ഇറങ്ങിയൊരു മോഡലാണ്. പക്ഷെ ഇതിൻ്റെ കാറിൻ്റെ ബ്രാൻഡ് നെയിം എല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മളൊരു ഫ്രണ്ട്, ഒരു കൂട്ടുകാരൻ ഈ സംഭവം കരസ്ഥമാക്കിയിരിക്കുകയാണ്, കൈക്കലാക്കിയിരിക്കുകയാണ്, മേടിച്ചിരിക്കുകയാണ്. ആ വണ്ടി എന്താണെന്നല്ലേ, അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇപ്പം തമിഴിൽ നിങ്ങൾ കണ്ടു കാണും. പക്ഷേ തമിഴിൽ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ? ഇല്ലെന്നാണ് എൻ്റെ ഒരു ഇത്. അപ്പം തമിഴിൽ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഇപ്പം തന്നെ ഒരു കമൻറ്റ് ഇടുക മനസ്സിലായെന്ന്. അപ്പം എന്തായാലും ഞാനിപ്പോൾ അവനെ കാണാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈ വണ്ടിയുടെ ഒരു ചെറിയൊരു വീഡിയോ ഒക്കെ എടുക്കണം. എനിക്കൊന്ന് ഓടിച്ചു നോക്കണം. ഉള്ളിലൊക്കെ ഭയങ്കര രസമാണെന്നാണ് അവൻ തന്നെ പറഞ്ഞത്. അവന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അവൻ ഇത്ര ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ ഒരു ഗുട്ടൻസ് നമുക്ക് മനസ്സിലാവണമല്ലോ. അപ്പം അതിന് വേണ്ടിയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗൈസ്, നമുക്ക് അവിടെ പോയിട്ട് ആദ്യം വണ്ടി കാണാം, എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് കാണിക്കാം. ഓക്കെ, സോ ഗൈസ്, ആ കിടക്കുന്ന വണ്ടി കണ്ടോ? ഈ വണ്ടി കണ്ടിട്ട് ഏത് വണ്ടിയാണെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? എങ്ങനെയുണ്ട് വണ്ടി? ഒരു പിക്കപ്പാന്ന് കണ്ടിട്ട് മനസ്സിലായില്ലേ? അപ്പൊ ഈ വണ്ടിയാണ് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത്. Is she still there in that corner booth? You dress silver rings, sipping something smooth. Is she waiting for me like she used to do? Back when time moved slow in this midnight blue. Is she still there? Is she still there in the corner booth? ഇതാണ് നമ്മളെ വണ്ടി. കിയ ടാസ്മാൻ. ടാസ്മാൻ എന്നല്ലടാ, കിയ ടാസ്മാൻ ആണത്. കണ്ടോ ഗൈസ്? താഴെ കണ്ടോ? ഡോറ് തുറന്നപ്പോൾ ടാസ്മാൻ്റെ ലോഗോ ഇങ്ങനെ വരും. നല്ല രസം. കോക്പിറ്റ് കിടലായിട്ടുണ്ട്. ഇങ്ങനെയുള്ള സംവിധാനങ്ങളുണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ. അപ്പം മറ്റേ ടൂൾസ് ഇതൊക്കെ വെക്കാനുള്ള സ്ഥലം ഇതിൻ്റെ ഉള്ളിൽ. ടൂൾസ്, സ്റ്റോറേജ്, ഓക്കെ, ഇതെല്ലാം സംഭവം ഇതിനകത്ത് രസമാണ്. വാവ്, ഇവിടെയും സ്പേസ് ഉണ്ടല്ലേ? സ്പേസ് ഉണ്ട്. ചായ പോലെ സാധനങ്ങളൊക്കെ നമുക്ക് ക്യാമിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഇവിടെ ഇത് യൂസ് ചെയ്യാം അല്ലേ? ശരിക്കും ഫുള്ള് യൂസ് ചെയ്യാം. ഇവിടെ ചായ സാധനങ്ങളെല്ലാം വെച്ച് ഇതുണ്ടോ, ചായയൊക്കെ വെക്കാൻ മാക്സിമം. ഇത് രണ്ട് സൈഡിലും ഉണ്ടാവും അല്ലേ? അപ്പുറത്തെ സൈഡ് ആണ് പെട്രോൾ വരുന്നത്. ഇതാണ് ബെഡ്. ബെഡ്. ഓ, ഭയങ്കര സ്റ്റേഡി കേട്ടോ. അതായത് നല്ല നമുക്ക് ഒരു കണക്ഷൻ വെച്ചിട്ട് സ്റ്റോറേജ് കൂൾ ബോക്സ് ഒക്കെ വെക്കാം. ഓക്കെ പ്ലഗ് കോയിൻസ് ഉണ്ടല്ലേ? ഓക്കെ, നല്ല ക്ലീൻ കോക്പിറ്റാ കേട്ടോ. അടിപൊളി. ഇലൂമിനേഷൻ അടിപൊളി. ഇതിൽ കളേഴ്സ് മാറ്റാൻ പറ്റുമോ ആദ്യം? ഓ ഗായ്സ്, വി ക്യാൻ ചേഞ്ച് ദ കളേഴ്സ് ഇൻസൈഡ്. നമ്മളെ മൂഡിനനുസരിച്ച് മൂഡ് ലൈറ്റിംഗ് മാറ്റാം. അതുകൊണ്ടുള്ള മൂഡ് ലൈറ്റിംഗ് എന്ന് പറയുന്നത്. ചായ കാപ്പി പിടിക്കുക. ഓ ഓർഡർ ചെയ്യാ ഗായ്സ്, ഇത് ഓക്കെ. യു ക്യാൻ ഈവൻ കീപ് യുവർ ലാപ്ടോപ്പ്. ഗ്രേറ്റ് ഫോർ വർക്ക്. ഓക്കെ, അതും അടിപൊളിയാ. നമുക്ക് അത്യാവശ്യം ഒന്ന് മെയിലൊക്കെ ചെക്ക് ചെയ്യണമെങ്കിൽ ലാപ്ടോപ്പൊക്കെ വെച്ച് ചായ വെച്ച്, പിന്നെ നമുക്ക് ഒരു ഷവർമയൊക്കെ മേടിച്ചിട്ട് കുടിക്കണമെങ്കിൽ അടിക്കണമെങ്കിൽ നമുക്ക് ഇവിടെ സ്ഥലമുണ്ട്. അങ്ങനെ കുറെ സംഭവങ്ങൾ. ഒരു എന്താ പറയാ, നല്ലൊരു സ്പേസ് ഉണ്ട് ഇവിടെ. ഇത് കൂളർ ഉണ്ടോ അതിന്റെ ഉള്ളിൽ? ഇല്ല, കൂളർ നെഹി ഹേ. എന്നാലും ലൈക്ക് ദേ തോട്ട് വെൽ അബൌട്ട് ഹൗ ടു utilize the maximum space. Not only the space, you also have extra USB ports here. അത് ശരി, അങ്ങനെ സംഭവം ഉണ്ടോ? അങ്ങനെ സംഭവം ഉണ്ട്. So you can charge both your phones. ഓ ഗ്രേറ്റ്. പിന്നെ ഫ്രണ്ടിൽ ഇതാ ട്വീറ്റേഴ്സ് ഇരിക്കുന്നു.
Then you can charge your phones here. Also. വയർലെസ് ചാർജിങ് Wireless charging. രണ്ട് ഫോണിന് ഒരുമിച്ച് ചാർജ് ചെയ്യാം. Yeah, you can do. Oh my You god. can switch this off. You can switch this off. You Oh, can do great. different. Vinay, this is all your driving mode. So you have your 2H boot tires. ഓക്കെ 4 all-wheel drive. 4H ഉണ്ട്, 4 ഹൈ, 4 ലോ എല്ലാം ഉണ്ട്. മോഡും ഉണ്ട് അല്ലേ അതില്? Yeah, different modes. മോഡ്സും ഉണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ളത്. And then you have a gap here for your. അത് കോയിൻസും അങ്ങനെയുള്ള സംഭവങ്ങള്, പെന്ന്, ഗ്ലാസസ് സ്റ്റോർ ചെയ്യാൻ. See, I think they have taught well about, you know, സ്പേസ് യൂട്ടിലൈസേഷൻ അടിപൊളിയായിട്ട് അവർ യൂട്ടിലൈസ് ചെയ്യുന്നു. For your wallet. അതൊരു പുതിയ സംഭവമല്ല, ആ മുകളിൽ വരുന്ന സംഭവം. That's a new thing. I have never seen in any cars like this. Nice to keep your wallet. Yeah. Then obviously you have your storage over here also. Correct. So that you take anything in. Oh, that's great. Then you have water bottles. Yeah. നല്ല സ്പേസ് ഉണ്ട് കേട്ടോ അവിടെ. നല്ല സ്പേസാ ഈ ഏരിയയില്. കേറാൻ ഇറങ്ങാൻ എളുപ്പമാണ്. ഫസ്റ്റ് ഇംപ്രഷൻ കാണുമ്പോൾ ഹൈറ്റ് നിസാനങ്ങളുടെ ലോവർ ആണ്. Yeah, it is low. സോ ഇറ്റ്സ് ഈസിയർ ഫോർ മീ ടു ഗെറ്റ് ഇൻ. എനിക്ക് നിസാൻ പട്ടുകളും വലിഞ്ഞു കയറണം. ഇറ്റ്സ് ക്വൈറ്റ് ഹൈ. പിന്നെ That's the reason I bought എനിക്ക് it. ഇത്രയും സ്പേസ് ഉണ്ട് എന്റെ വയറും സ്റ്റിയറിംഗും തമ്മിൽ. അതാണ് ഇമ്പോർട്ടന്റ് ഗൈസ്. ഇത്ര സ്പേസ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മളെ വയർ ചെന്നിടിക്കും. എന്നുവെച്ചാൽ നമുക്ക് ഇനി ഗ്രോത്തിന് ഏരിയ ഉണ്ട്. അതെ. പിന്നെ നമ്മൾ ഫുള്ള് ഇത് ബാക്കിലേക്കാണോ ഇട്ടിരിക്കുക? അല്ല, ഫുള്ള് ബാക്കിലേക്കല്ല. ഫുള്ള് ബാക്കിലേക്ക് ഇടുമ്പോൾ എനിക്ക് സുഖമായിട്ടാണ് ഇത്രയും സ്പേസ്. എനിക്ക് നീ ഇവിടെ കിടന്ന് ഉറങ്ങേണ്ടി വരും. നല്ലനെ പവർ ഫങ്ഷൻസ് അടിപൊളി കേട്ടോ, നല്ല സ്മൂത്ത് ആണ്. ഇനിയും ബാക്കിലേക്ക് പോകും, ഞാൻ ഫുള്ള് ഇട്ടിട്ടില്ല. നല്ല. ആൻഡ് ദ മെയിൻ തിങ് ഐ വോണ്ട് ടു ടെൽ യു ഹെഡ് റെസ്റ്റ്. ഇതാണ് ശരിക്കും നമ്മളെ എല്ലാ വണ്ടികളിലും വേണ്ടത്. ഇങ്ങനെ ഈ ഒരു സപ്പോർട്ട് ഉണ്ടല്ലോ ഇവിടുത്തെ, നമ്മൾ ഫ്ലൈറ്റിലൊക്കെ ഇരിക്കുമ്പോൾ ആ ഒരു സപ്പോർട്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇരുന്ന പറഞ്ഞില്ലേ, നല്ല സുഖമാണ് തല വെച്ച് ഇങ്ങനെ കിടക്കാൻ. സോഫ്റ്റ് ഫീൽ. സത്യം പറഞ്ഞ ഒരു ആഫ്റ്റർനൂൺ നാപ്പൊക്കെ ഉണ്ടല്ലോ, മറ്റേ നമ്മൾ വർക്കിനൊക്കെ പോയിട്ട് ഒരു മീറ്റിംഗ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഒരു ചെറിയൊരു ക്യൂക്ക് നാപ്പ് വേണമെങ്കിൽ അതുപോലെ മെല്ലനെ സാധനം ഒന്നങ്ങ് ഇട്ടിട്ട് സുഖമായിട്ട്. അടിപൊളി. ഹലോ, ഉറങ്ങാനുള്ള പരിപാടിയാണോ? സുഖമായിട്ട് ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് വരെ അങ്ങനെ സുഖമായിട്ട് കിടന്നു. ചിലപ്പോൾ ഒരു 2 മണിക്കൂർ വേണമെങ്കിലും കിടക്കാം. ഇവന്റെ ഉദ്ദേശം അല്ല, എനിക്ക് വണ്ടി ഇഷ്ടപ്പെട്ടു ഞാൻ പറഞ്ഞു. അത് കഥ അടയ്ക്കാൻ ഒരു കാര്യം കാണിച്ചു തരാം. അയ്യോ, കഥ കിടക്കണമെങ്കിൽ ഞാൻ ഇത് പൊക്കണം. എന്റെ വയറിന്റെ ഇല്ല, നീ വരില്ല, ഞാൻ പറ്റില്ല. ഇല്ല, ഒന്നും ചെയ്യണ്ട. നീ ഒന്ന് ഞെക്ക, ഡോറയിൽ ഒന്ന് ഞെക്ക. ഡോർ ഒന്ന് അവിടെ ആ സൈഡിൽ ഏറ്റവും മുമ്പിൽ, അതിന് മുമ്പിൽ നീ ഇപ്പൊ കൈവച്ചു അതിന് മുമ്പിൽ. ഓക്കെ. ഓ, സീറ്റ് പഴയ ഇതിലേക്ക് വന്നു. ഓക്കെ. ഇലക്ട്രിക് സീറ്റിന്റെ ലൊക്കേഷൻ മെമ്മറി ഉണ്ട്. വണ്ടി ഓൺ ചെയ്യടാ. ഓക്കെ. വണ്ടി എവിടെയാണ്? ഓൺ ബട്ടൺ എവിടെയാ? അതിന്റെ ഓൺ ബട്ടൺ വളരെ ഇൻട്രസ്റ്റിംഗ് അല്ലേ. എവിടെ ഓൺ ബട്ടൺ കണ്ടോ? എവിടെ? ഇതോ? അത് കുറച്ച് പ്രശ്നമാണല്ലോ. അത് യൂസ്ഡ് ആണോ? അങ്ങനെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. വേറെ ഒരു സംഭവം ഗിയർ. ഓക്കെ, ഇപ്പൊ കാണിക്കാതെ ഓൺ ബട്ടൺ നോക്കട്ടെ. ഓൺ ബട്ടൺ കഴിച്ചു. ഇതാ ഇവിടെയാണ് ഓൺ ബട്ടൺ. കണ്ടോ? എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് നോക്കിയാൽ കാണില്ല. സ്റ്റിയറിംഗ് ഇങ്ങനെ ഇടുക്കി പിടിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഹിഡൻ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നതാണ് ഓൺ ബട്ടൺ. പക്ഷേ യൂസ്ഡ് ആയി കഴിഞ്ഞാൽ ഓക്കെയാണ്. പിന്നെ ഗിയർ ഇതാ. ഓ, ദ ഗിയർ ഈസ് ഹിയർ. അതും നമ്മൾ ബ്രേക്ക് ടെക്സ്റ്റ് ആണ്. That is drive. Okay. That is reverse. Okay. So see, even that you have to get used to. പഴയ അമേരിക്കൻ സ്റ്റൈൽ വണ്ടികൾ ഉണ്ടായിരുന്നില്ലേ? കറക്റ്റ് അല്ലേ? കറക്റ്റ്. അപ്പൊ കീ എന്താ വെച്ചിരിക്കുന്നത്, പഴമയും പുതുമയും ഒരുമിച്ച് സംഭവം ആക്കിയിരിക്കും. Feature I like about it. Yeah, this is beautiful. Dashboard is amazing. You don't have the old ഇപ്പത്തെ പുതിയ AC-യുടെ you can control everything on touch screen. You can have the what you call the pilot touch as well. Correct. ഇത് ശരിക്കും ഒരു കോക്പിറ്റിൽ ഇരിക്കുന്ന ഒരു ഫീലിംഗ് ആണ് അപ്പോൾ നമുക്ക് കിട്ടുന്നത്. Yeah, then you have everything here, see. If you don't want to touch anything, you can go this way. Correct. You can go this way. So see? Everything is on your fingertips. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൈ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും കൂടുതൽ ചെയ്യണം. എല്ലാം ഇതാ ഇവിടെയാണ് കേട്ടോ, ഈ ഒരു ഏരിയയിലാണ്. പിന്നെ എവറിത്തിങ് ഇസ് ഹിയർ. സ്റ്റിയറിംഗിന് മുകളിലെല്ലാം ഉണ്ട്. You can change things here also. The same if see? Okay. And then you can phone beyond സംസാരിക്കുകയാണെങ്കിൽ പാട്ട് പറയണമെങ്കിൽ കുറയ്ക്കാം. So it's all very practical. പ്രാക്ടിക്കൽ ആണ് സംഭവം. സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു മത്തായി. So ഐ മീൻ, ഞാൻ ആദ്യം വിചാരിച്ചു നീ എന്തിനാണ് ഈ വണ്ടി പോയി മേടിച്ചതെന്ന്. പക്ഷേ ഇപ്പം ഇതിൻ്റെ ഉള്ളിൽ കയറി ഇരുന്നിട്ട് ഇതിൻ്റെ കുറേ ഫങ്ഷൻസും
ഇതിന്റെ കുറെ സംഭവങ്ങളൊക്കെ അറിഞ്ഞപ്പോഴാണ് ഇതിന്റെ ഒരു വാല്യൂ എനിക്ക് മനസ്സിലായത്. എന്നാലും നമുക്ക് ലൈക്ക് യു പെയ്ഡ് ഓൾ ദിസ് മണി ഫോർ സംതിങ് ബട്ട് സംതിങ് ഗ്രേറ്റ്, സംതിങ് വാല്യുബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ അതേ ഫീച്ചേഴ്സ് ഉള്ള ഒരു ജർമ്മൻ കാറോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ബ്രിട്ടീഷ് കാറോ അല്ലെങ്കിൽ ഒരു അമേരിക്കൻ കാറോ ഒക്കെ കിട്ടണമെങ്കിൽ ഇതിന്റെ ഡബിൾ വിലയാവില്ലേ? So when of course, like for example, ഈ ഒരു ഫീച്ചർ ഉള്ള വണ്ടി Tundra, നമ്മുടെ എന്താ പറയുക F-150. So I have to spend Correct. 200-300K for it. Even if you look at the Volkswagen, അവർക്ക് ഒരു 4-wheel drive ഇല്ലേ, ഒരു പിക്കപ്പ് പുതിയത് പറയുന്നത്, അതിനും ഭയങ്കര വില 250 ഉണ്ടല്ലോ. I have to pay 250. So this one this is below 250 with full options. Full options. So full options. By the way, press the seat thingy down. You like warm seat or you like ഇത് no ഇത് that is cold. okay, Press 3 times. You want warm seats? let's see 1 2 3. No, press 3. അത് ഇപ്പോ 1 ആയി. Press again. okay, ഇപ്പോ എന്താ ഇപ്പോ കോൾഡ് ആണോ അത്? Yeah, it gets cool. Your ass will get okay, let me see if my ass is getting cold. And then press 1 above that. oh yes, I can feel it. Press 1 above that. Press. Feel your steering. after some time. അത് ചൂടാവോ അതോ ചൂടാവും. അപ്പൊ തണുക്കോ അത്? ഇല്ല, അത് ചൂടാവും. അപ്പൊ നമുക്ക് വേണ്ടത് എന്റെ സീറ്റ് ഭയങ്കരമായിട്ട് കൂളാവുന്നുണ്ട് ഗൈസ്. എന്റെ സീറ്റ് ഭയങ്കരമായിട്ട് കൂളാവുന്നുണ്ട്. ചൂട് വേണമെങ്കിൽ ഏറ്റവും മുകളിൽ നിൽക്കാം. ഏറ്റവും മുകളിൽ. Now you feel hot coming. ഓക്കെ, യെസ്, ഐ ക്യാൻ ഫീൽ ഇറ്റ്. പുറം വേദന ഉണ്ടെങ്കിൽ അടിപൊളി സംഭവം. അപ്പോൾ ഗൈസ്, പുറം വേദന ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് സീറ്റ് വാം ചെയ്യാം, സീറ്റ് കൂൾ ചെയ്യാൻ വേണമെങ്കിൽ രണ്ടും നല്ലതാണ്. പറയാം സീറ്റ് വാം ചെയ്യുന്ന നല്ലതാണ്, കൂൾ ചെയ്യുന്നത്. രണ്ട് എഫക്റ്റ് കിട്ടുമ്പോൾ അത്രയും ഇൻഫ്ലമേഷൻ കുറഞ്ഞു കിട്ടും അല്ലടാ ഉള്ളിൽ ബാക്കിൽ. നമ്മൾ ഇതിനെപ്പറ്റി ആധികാരികമായിട്ട് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ കാല് പ്രശ്നം പറ്റിയപ്പോൾ നമ്മൾ ചൂടും പിടിച്ചു തണുപ്പും പിടിച്ചു, രണ്ടും ചെയ്തപ്പോഴാണ് നല്ല എഫക്റ്റ് കിട്ടിയത്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഈ രണ്ട് ഫംഗ്ഷനും ഈ ഇതിലുള്ള നല്ലതാണ്. നീ എന്താ കാണിക്കാൻ പോകുന്നത്? പിന്നെ വേറെ കാര്യം, അപ്പോൾ ഹിയർ സ്റ്റിയറിങ് ഹീറ്റാക്കി, പക്ഷെ നമുക്കിവിടെ വേണ്ടത് ശരിക്കും സ്റ്റിയറിങ് കോൾഡ് ആക്കി വേണ്ടത്. ദാറ്റ് ഈസ് എ ഫംഗ്ഷൻ they should have looked into. Yeah, that's probably missing. Correct അല്ലേ? അതാണ് അത് സജസ്റ്റ് ചെയ്യണം നീ കേട്ടോ. ചിലപ്പോൾ they could tweak it probably. They can do it in the next edition. Software ചിലപ്പോൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൽ പറ്റുമായിരിക്കും ഇതൊക്കെ. Yeah, that's possible. Yeah. Then look at the clusters. So look at the cluster here. So you can change it. Oh. See? It's changed. അവിടെ ചേഞ്ച് ചെയ്യുന്നുണ്ടല്ലേ? See? Wow. Change it. നിനക്ക് പഴയ ലുക്കാ ഇഷ്ടമെന്ന് വെച്ച് കഴിഞ്ഞല്ലോ. മറ്റേ ഒരു ഒറിജിനൽ ഡോർ ഓപ്പൺ ഡിജിറ്റൽ പാനലാണ്. സോ യു ക്യാൻ ബ്രിങ് ഇൻ എനി എന്താ പറയുക ഒരു ഡിസൈൻ, നിനക്ക് എന്ത് വേണം കളർ കൊടുക്കാം. മൈ ഗോഡ്. സോ ബേസിക്കലി യു ക്യാൻ ഡ്രൈവ് ഇൻ ദിസ് ഡിസൈൻ ടുഡേ, യു ഗോട്ട് ബോർഡ് ടുമോറോ യു ക്യാൻ ഡ്രൈവ് വിത്ത് ഡിഫറെൻറ്റ് ഡിസൈൻ ആൻഡ് കളർ. അപ്പോൾ നിനക്ക് വണ്ടിയിലിരിക്കുമ്പോൾ ഒരു ബോർഡ് തോന്നില്ല. യു ഫീൽ ലൈക്ക് എവറി ഡേ യു ആർ ഇൻ എ ന്യൂ കോക്പിറ്റ്, റൈറ്റ്? That's a great thing. Another thing is you can do everything by hand when you drive. Okay. So you can change the sports. Okay. Auto sports mode വരുന്നുണ്ട്. So നീ പറഞ്ഞില്ലേ like you can set the car to your design. Correct. ആ ഒരു ഡ്രൈവിംഗ് Correct. അതിൻ്റെ ഒരു സ്മൂത്ത്നെസ് ഇതൊക്കെ അല്ലേ? Now look. See, normal mode the color മാറിക്കൊണ്ടിരിക്കും. Okay. Sport mode ഒരു ചുമന്നാണ്. Okay. കുറച്ചുകൂടി aggressive ആയി. ഭയങ്കര aggressive ആണ്. Okay. My drive and eco is വണ്ടി വളരെ സ്ലോ. നമ്മുടെ കൊറോള ഓടിക്കുന്ന പോലെ ഇരിക്കും. Okay. പവർ ഉണ്ടാവില്ല. Okay. And then the normal mode is there. Then in the normal mode you can drive it in 2H. Yeah. Which will have fuel efficiency ആയിരിക്കും. Okay. 4H is all your Ford will good. Okay. So അത് വെച്ച് കഴിയുമ്പോൾ നല്ല സ്പീഡ് കിട്ടണമെങ്കിൽ പെട്ടെന്ന് സിഗ്നലിംഗ് സ്പീഡൊക്കെ കിട്ടണമെങ്കിൽ 4H സ്പോർട്ടും കൂടി ഇട്ട് കഴിഞ്ഞാൽ ആ സംഭവം അല്ല 4H is only for 4-wheel drive. 4A. Okay. And then you put on sport, this thing flies. Okay. But I was under the impression that 4 means 4-wheel drive. So 4A means 4 all-wheel drive. 4 all-wheel drive. So don't use it while driving normal road. Okay? Yeah. Please don't do the mistake which I did. It flies. No. What happens is your 4 wheels will rotate and your car might overturn. Oh really? Yeah. So don't do it while you're driving in high speed in highway. 4A. Because എനിക്കത് പ്രശ്നം വന്നായിരുന്നു. അത് നല്ലൊരു അടിപൊളി. ഞാനത് കണ്ടു. ഈ 4A എന്ന് പറഞ്ഞാൽ I believe it is for all-wheel drive. Okay. What happens is all the wheel the power is going. Okay. അത് ശരിക്കും നമ്മൾ ഓഫ് റോഡ് പോകുമ്പോഴാണ് ഈ all-wheel drive ഒക്കെ ആവശ്യം വരുന്നത്.
സാധാരണ നമ്മൾ ഇപ്പോൾ റോഡിൽ പോകുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല, Okay. 2 വീല് പോയാൽ മതി, പവർ അവിടെ എത്തിയാൽ മതി, ബിക്കോസ് കാർ ഹാസ് ടു മൂവ് ഫോർവേഡ്, അത്രേ ഉള്ളൂ. Okay. ഇപ്പോൾ ഈ 4 ഓൾ വീൽ ഡ്രൈവുമ്പോൾ ഈ പവർ എല്ലാം 4 വീലേക്ക് ഒരേപോലെ പോകും. അപ്പോൾ പെട്ടെന്ന് ബ്രേക്കൊക്കെ അടിക്കുമ്പോൾ പ്രശ്നം വരാൻ കാരണമുണ്ട്. Okay, okay. അല്ലെങ്കിൽ ഇഫ് യു ആർ ഓൺ നോർമൽ ടർമാക്ക്, ഒരു ഗ്രാവൽ റോഡോ അങ്ങനെ ആകുമ്പോൾ നീ 4 ഓൾ വീൽ ഡ്രൈവ് ഉപയോഗിച്ചോ. ഓക്കെ, ഇപ്പം നമ്മൾ അൽക്കുതിരയൊക്കെ പോകുമ്പോൾ അതൊന്ന് ഓക്കെ, ദിസ് ഇസ് മൈ അണ്ടർസ്റ്റാൻഡിങ്. ഇനിയിപ്പോൾ തെറ്റാണെങ്കിൽ ആൾക്കാർ പറയണം, ബട്ട് അഗെയിൻ യു ചെക്ക് വിത്ത് ദ കമ്പനി വാട്ട് എക്സാക്ട്ലി ഈസ് ഫംഗ്ഷൻ ഓഫ് 4 ഓൾ വീൽ ഡ്രൈവ്. Okay. ഐ ബിലീവ് ഇറ്റ് ഇസ് 4, it's not 4 automatic, I feel it is 4 all wheel drive. I'll check it. Yeah, because 2 means 2 wheel, 4 means 4 wheel. That is for sure. Okay. 2 means 2 wheel, that is for sure. 2 high എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മൾ ഹില്ലൊക്കെ പോവില്ലേ, അല്ല, too high is when you have a load, yeah, when you need to pull load, ട്രെയിലറൊക്കെ ഉണ്ട് ബാക്കിൽ, എന്തെങ്കിലും നിനക്ക് നീ ബോട്ട് കൊണ്ടുപോകുമോ അല്ലെങ്കിൽ ഒരു ട്രെയിലർ കൊണ്ടുപോകുമോ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ഈ 2A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം ഉപയോഗിക്കാം. 2H എന്നുള്ളത് 2 ഹൈ, H എന്ന് പറഞ്ഞാൽ ഹൈ. okay, ഓക്കെ, അപ്പോൾ ഹൈ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി പ്രഷർ വണ്ടിയിലേക്ക് കൂടുതൽ വരും. ഇറ്റ് ക്യാൻ ടോ മോർ വെയിറ്റ്. okay, അതുപോലെ വലിയൊരു പാലം കയറുകയാണ്, ഒരു ഹിൽ ക്ലൈംബിംഗ് ആണ്, okay, അപ്പോൾ നിനക്ക് 2 ഹൈ ഉപയോഗിക്കാം. okay, ബിക്കോസ് ഇറ്റ് ഗീവ്സ് മോർ പവർ ടു ദ കാർ ബട്ട് അറ്റ് ലോ സ്പീഡ്. okay, okay, ഈ ഹൈ വരുമ്പോഴേക്കും സ്പീഡ് കുറയും. okay, okay, അത് പഠിക്കണം എനിക്ക്. അതൊന്ന് ചെക്ക് ചെയ്തോ. check പിന്നെ 4 ഓൾ വീൽ ഡ്രൈവ് അവനാണ്, ബിക്കോസ് ഇത് നോർമൽ സാൻഡി ഏരിയ, ഇപ്പോൾ നമ്മൾ ബീച്ചിലൊക്കെ പോവില്ലേ. So 4A is always the default setting. So when you switch on your car, it's always 4A. Is it? Yeah, So it's always on all wheel drive. yeah, Okay, so probably then it is okay then. probably. Anyway, the other good feature about this one is അല്ല, ബിക്കോസ് ഈ ഓഡിയൊക്കെ ആദ്യം ഓൾ വീൽ ഡ്രൈവ് ആയിരുന്നല്ലോ, 4 വീലിലും പവർ വരും, പ്രോബ്ലി ലൈക്ക് ദാറ്റ്. probably. I ബിക്കോസ് ഇത് double ഇലക്ട്രിക്കൽ check. അല്ലോ, അല്ല, electric അല്ല. സോ ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് 4 വീൽ വൈൽ ഡ്രൈവിംഗ് നോർമലി. പറഞ്ഞപ്പോൾ I'm also confused. ഓക്കെ, അതൊന്ന് ചെക്ക് I ചെയ്തേക്ക്, need to check. ബിക്കോസ് പ്രോബ്ലി യുവർ ഡ്രൈവ് മൈറ്റ് ബി സ്മൂത്തർ വിതൗട്ട് 4A. ഐ ഡോണ്ട് നോ, ജസ്റ്റ് ചെക്ക്. ഓക്കെ, എനിക്ക് ഇത് പുതിയ ടെക്നോളജി ആയിരിക്കും, പക്ഷേ 4A is very smooth in driving. Very Okay. smooth. എന്നാ പിന്നെ കുഴപ്പമില്ല. പെട്ടെന്ന് സ്പീഡ് എടുക്കും. എന്നാ പിന്നെ കുഴപ്പമില്ല. ചിലപ്പോൾ എനിക്ക് തെറ്റ് പറ്റിയതായിരിക്കും, നമ്മൾ ആ പുതിയ ടെക്നോളജി ആയിരിക്കും. നീ പറഞ്ഞ സ്ഥിതിക്ക് I will check. ജസ്റ്റ് ചെക്ക്. See, another good thing about this one is auto hold. നമ്മുടെ നിർത്തുമ്പോഴല്ലേ വേണ്ടാത്തപ്പം നമുക്കത് ഓഫ് ചെയ്യാം. ഓക്കെ, Then you have your everything is convenient. കൺവീനിയന്റ്, കറക്റ്റ്. So if you don't want to use something, you can just press it and switch it off. വണ്ടിയുടെ ഹൈറ്റും ഇത് വിഡ്ത്തൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, Yeah, there you go. ഇതൊന്നും എവിടെയും കൊടുക്കാത്ത. പിന്നെ എക്സ്ട്രാ അതൊക്കെ എന്താ സംഭവം? This has got to do with the trailers. ഓക്കെ, സോ ബാക്കിൽ എന്തെങ്കിലും Yeah, so ഇതുണ്ടെങ്കിൽ when there is a trailer thing, ഓക്കെ ഓക്കെ ഓക്കെ, അത് ചിലപ്പോൾ ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റ് ആവുമായിരിക്കും അതിന്റെ. so depending on your load and things like that, you can do this one. ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ. So I don't know full technology of this. I have not കറക്റ്റ്. played with it yet. ഇവിടെയും USB പോർട്ട്സും ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഉണ്ടായിരുന്നു, ഇവിടെ ഉണ്ട്, Yeah, എവിടെയുണ്ട് ബാക്കിലും ഉണ്ടല്ലോ ഇവിടെ. ഓ റൈറ്റ്, ഓക്കെ, അവിടെ ഉണ്ട്. പിന്നെ if you're a മുതലാളി, you can push your ഓക്കെ, ഫ്രണ്ടിലേക്ക് കൊണ്ടുപോകാം. ഓ ദാറ്റ്സ് കൂൾ. ഓ, അത് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് കേട്ടോ, സൈഡിൽ. yeah, so വാട്ട്സ് വെരി കൺവീനിയൻറ്റ്. അപ്പം ബാക്കിലിരിക്കുന്നവർക്ക് സീറ്റ് ഫ്രണ്ടിലേക്ക് ഇടാനും പിടിക്കാനൊക്കെ നല്ലതാണ്. എൻ്റെ മോനെ എന്തൊക്കെ ഫംഗ്ഷനാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. this one also here. So it's not എല്ലാ ഫീച്ചേഴ്സ് ഉണ്ട്. Just you have to learn to compromise some things. എല്ലാം പഠിച്ചു വരുമ്പോൾ കുറച്ച് സമയം എടുക്കും എന്തായാലും. അല്ല, നീ പറഞ്ഞ പോലെ ചില കോംപ്രമൈസ് ഉണ്ട് വണ്ടിക്ക്. No, the compromise is only thing I felt about this car. Compromise is only the back seats. The back seats, yeah. Nothing else. I don't feel any other problems with this car. എനിക്കതൊന്നും തോന്നിയിട്ടില്ല. സീറ്റ് നല്ല സുഖമില്ല, ചൂടാകുമ്പോൾ. സീറ്റ് അടിപൊളിയാണ്, പ്രത്യേകിച്ച് ഈ ചൂടാകുമ്പോൾ എൻ്റെ ബാക്കിൽ നല്ല സുഖമുണ്ട്. ഇപ്പോൾ നല്ല സുഖമല്ലേ? മാത്യുവിന് ഇനി ഒരിക്കലും ബാക്ക് പെയിൻ വരില്ല. പിന്നെ അവന് ചൂടത്തുനിന്നൊക്കെ വന്ന് കയറുമ്പോൾ തന്നെ മറ്റേ കോൾഡ് സീറ്റ് ബാക്കിലുണ്ടാവും, അപ്പോൾ കുഴപ്പമില്ല. ഇതുകൊണ്ട് അതിൻ്റെ ഈ ക്യാമറയുടെ ക്ലാരിറ്റി ഒക്കെ ഉണ്ട്, എന്ത് ക്ലിയർ ആണ്, ക്രിസ്റ്റൽ ക്ലിയർ ആ കേട്ടോ. വെരി ക്ലിയർ. മൈ ഗോഡ്, കറക്റ്റായിട്ടല്ലേ, ശരിക്കും നമ്മൾ ടി വിയിലൊക്കെ കാണുന്ന പോലെ. ഇത് ഫ്രണ്ട് ക്യാമറയാണ് കേട്ടോ. Oh my God. ശരിക്കും എന്ത് ക്ലാരിറ്റി നോക്ക്. I don't know how it works. Vehicle, climate
seats. Oh, this is the lights you were talking about. So ambient lights. So see colors. കളർ ചേഞ്ച് ചെയ്യുന്നുണ്ടോ അപ്പോൾ കണ്ടോ? Change the ഇറ്റ്സ് ചേഞ്ചിങ്. So you can use different colors. കറക്റ്റ്. ഓ അപ്പോൾ കണ്ടോ? Color changes. വാവ്. And then you can use this. This will what happen is it'll keep changing your colors according to your music. മ്യൂസിക്. ഓക്കെ ഫൈൻ. അത് അടിപൊളിയായിരിക്കും ഇവിടെ. Yeah, so ഒരു ഡിസ്കോ വൈബ് വരും വണ്ടിയിൽ. correct, your disco vibe. correct. So ഓക്കെ, ഇനി എനിക്ക് ചോദിക്കേണ്ട ഒരു ഡൗട്ട്. Can you play YouTube on your screen? I never tried it, but I think Let's you can. try now. Let's Go to. No, just. Is it connected? No, it's not connected. Yeah, it has this thing. No. It has Apple Pay. Apple Play, So okay. that means you can. Probably, yeah. Yeah. So I don't know. I have not tried it. Okay, അതൊന്ന്. In driving, you're not supposed to watch videos. No, but it is one of the concerns I always have that I don't recommend driving and watching YouTube video, but at least when you're stuck in a traffic, when your car is. Oh, Yeah. By the way, this is inbuilt music. So Okay, this is അതിന്റെ തന്നെ ambient music to relax your mood and everything, right? Yeah, so So that's you got a why- rainy day. So you got the rainy day. That really rainy day. Like ഇവിടെ കോൾഡ് ആക്കട്ടെ കേട്ടോ സീറ്റ്. ഇതല്ലേ മൂന്നാമത്തെ അല്ലേ? അടിപൊളി feel. നല്ല ഫീലിംഗ് ആണ്. പ്രത്യേകിച്ച് സീറ്റിന്റെ തണുപ്പും കൂടി ആയപ്പോണ്ടല്ലോ. എടാ ഇത് വെച്ച് നീ എങ്ങനെ ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങിയാൽ എന്തായിരിക്കും? ഇത് അടിപൊളിയായിരിക്കും. നീ മിക്കവാറും ഈ നിസാൻ പെട്രോൾ നീ കുറച്ച് ദിവസത്തേക്ക് എടുത്തിട്ട് ഇതെനിക്ക് തരേണ്ടി വരും. അല്ല, നമുക്ക് എന്നാ ലോങ് ഡ്രൈവ് പോകണ്ട ഒരു ദിവസം. പോണം. നമുക്ക് വണ്ടിയുടെ കേപ്പബിലിറ്റി ടെസ്റ്റ് ചെയ്യണം, നമുക്ക് 4-wheel ഡ്രൈവ് ടെസ്റ്റ് ചെയ്യണം, അങ്ങനെ പരിപാടിയാണ്. പക്ഷെ ഒന്ന് കുറച്ച് ദിവസം കഴിയട്ടെ, ഫസ്റ്റ് സർവീസ് കഴിയട്ടെ. എങ്ങനെയുണ്ട്? ഇത് അടിപൊളിയല്ലേ ഈ rainy day? അത് അടിപൊളിയാണ്. ആംബിയൻ മ്യൂസിക് അടിപൊളിയുണ്ട്. സൂപ്പർ. ഇതൊരു പ്രോബ്ലം നമുക്ക് ഉറക്കം വരും. അതെ കറക്റ്റ്. ഓൾ റൈറ്റ്. അപ്പോൾ ഇതൊക്കെയാണ് കിയ ടാസ്മാൻ്റെ വിശേഷങ്ങൾ. ഞാൻ വണ്ടിയുടെ ഫുൾ സംഭവം ഒന്നും ഇങ്ങനെ സിനിമാറ്റിക് വീലൊന്നും അധികം കാണിക്കുന്നില്ല, ബിക്കോസ് യു ക്യാൻ സീ ലോട്ട് ഓഫ് വീഡിയോസ് ഓഫ് ദ. പക്ഷെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മത്തായി വണ്ടി എടുത്തപ്പോൾ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഹൗ ഈസ് ഇറ്റ് ദ റൈറ്റ് കാർ? ബട്ട് ദിസ് ഇസ് എ ഗുഡ് കാർ. ഇറ്റ്സ് എ വെരി ഗുഡ് കാർ. ബ്യൂട്ടിഫുൾ കാർ. Then it's safety features ഒത്തിരി. Yeah, safety features ഒത്തിരി ഉണ്ട്. Kia has actually improved a lot in technology. Yeah. ആ ഒരു ഫസ്റ്റ് ലോഞ്ച് ചെയ്ത സമയത്ത് തൊട്ടിട്ട് ദാറ്റ് കിയ എന്ന് ചോദിക്കുന്നതിന് പകരം വാവ് കിയ എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക്. Say for example, one very interesting features I like about this car is this. Oh shit, sorry, that one. What is that? Press left or down, up or down, anything. Yeah, see that? Yeah. You see? You can see a Oh, camera. I can see the camera here. Okay, I can see the camera. അപ്പോൾ മുകളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ വരും. Okay. അതുകൊണ്ട് എന്ത് പറ്റുമെന്ന് അറിയാടാ? When you're changing, You don't have to. you blind spots, lane Correct. change. You know there's എപ്പോഴും this- അവിടെ നോക്കി ഇല്ല. ചെയ്യേണ്ട കാര്യമില്ല. സോ യു ക്യാൻ സീ യുവർ It's a സൈഡ് very വ്യൂസ് ഹിയർ interesting ഇറ്റ്സെൽഫ്. features of Kia that I വാവ്. എടാ ഇതൊക്കെ BMW വരുന്ന സംഭവങ്ങളാ. you know ഇതിന്റെ ഒരു വലിയ ഡ്രോബാക്ക് എന്നാ അറിയോ? When you get interesting and used to this, കറക്റ്റ്. when you drive my other car, my Prado, no, I feel ഇതെന്ത് അതൊരു പ്രശ്നം വരും. അത് വരും. you get spoiled in the car. കറക്റ്റ്. ഇത് ആൾക്കാരെ സ്പോയിൽ ചെയ്യാൻ പറ്റിയൊരു കാറാണ്. Yeah, it's a lazy man's അതെ നമ്മൾ ലേസ്. അപ്പോൾ നമ്മളപ്പോൾ ടെസ്ലൊക്കെ ഓടിക്കുന്നവർ എന്ത് പറയും? yeah. അത് ഡ്രൈവർലെസ് കാറാണ്. Driverless അപ്പോ car. Yeah, this is a car where you want to just enjoy the music, drive slowly, കറക്റ്റ്. and when you're tired after a job, and end of the day, എസ്പെഷ്യലി fantastic. ദാറ്റ് ഡ്രൈവ് ഫ്രം ജബലാലി ടു Yeah, it's ഷാർജ ഓർ safety features now. ഹൈവേയിലെ ഡ്രൈവ് ഏറ്റവും എന്താ പറയാ, ഒരു ലൈറ്റ് ഇട്ട് നമ്മൾ കാണാൻ പറ്റുന്നോ എനിക്ക് അറിയില്ല. ഓക്കെ, സോ ഐ ഡോണ്ട് നോ ഇഫ് യു ക്യാൻ സീ ഔട്ട് നോട്ട് ബിക്കോസ് ഐ ആം ഷൂട്ടിംഗ് ഇൻ ദ ഫ്രണ്ട് ക്യാമറ. ഓക്കെ. വാവ്. ഇനി ഇതും കൂടി തുറന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും, നമ്മൾ കാണാം. എന്നെ ശരിക്കും കാണാം, എന്നെയും മത്താനും കാണാം അതിൽ. വാവ്. അപ്പോൾ ദിസ് ഈസ് ഗോയിങ് ടു ബി അവർ സ്റ്റുഡിയോ ഓൾസോ. സീരിയസ്ലി ഗൈസ്,
ദിസ് ഇസ് ഗോയിങ് ടു ബി അവർ സ്റ്റുഡിയോ ഓൾസോ. ഇനി ഇത്രയും ലൈറ്റിംഗ് ഞാൻ വേറെ വണ്ടിയിലൊന്നും കണ്ടിട്ടില്ല. അതും കറക്റ്റ് നമ്മളെ മുഖത്തേക്ക് വരുന്ന, അതും ഐ ക്യാൻ യൂൺ സീ ദാറ്റ് ഐ ആം റെക്കോർഡിംഗ് മൈസെൽഫ്. കണ്ട അവിടെ ഒരു വ്യൂ ഇതുണ്ടല്ലേ മിറർ. സോ ഇവിടെ എനിക്ക് നോക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് ഞാൻ ചിരിക്കുന്നൊക്കെ കറക്റ്റ് ആണോ? നിനക്ക് ആപ്പിൾ 7 Pro മേടിക്കേണ്ട ആവശ്യമില്ല. വേണ്ട, ഇനി ആപ്പിൾ ഒരു കിയ മതിയുണ്ട്. കിയ ഉണ്ടെങ്കിൽ നമുക്കൊരു എന്താ പറയാ സ്റ്റുഡിയോ വേണ്ട, production. That's why you have this also, no? So I can do my production here, right here. Sit and do your editing. Correct. Here. I can do my editing right here. Oh yeah. Yeah. So all I need is a Kia Tasman. And Matthew, when are you going to hand me this car? നിനക്ക് അപ്പോണേ ഇതാണ് ഫ്രണ്ട്ഷിപ്പ്. അപ്പോൾ അടിപൊളി വണ്ടി ഗൈസ്, അടിപൊളി വണ്ടി എന്ന് പറഞ്ഞാൽ അടിപൊളി വണ്ടി. എനിക്ക് ഇതിന്റെ മോഡല് പലർക്കും ചിലപ്പോൾ കാണുമ്പോൾ ഇഷ്ടപ്പെട്ടൊന്നും വരില്ല. മുഖം ഇറ്റ്സ് കൈൻഡ്, ബട്ട് ഐ ആം ഷുവർ ദർ ഇസ് എ ലോട്ട് ഓഫ് മോഡിഫിക്കേഷൻസ് ലെഫ്റ്റ് ടു ഡു. I have not done anything. Yeah, this is like stock. വേറെ ഒന്നും ചെയ്തിട്ടില്ല അവൻ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് അങ്ങനെ കിട്ടിയ പോലെ ഇറക്കി. ബട്ട് ഞാൻ കിയയുടെ സൈറ്റിൽ നോക്കിയപ്പോൾ there are hundreds of accessories available to. Kia currently has 150 accessories. Correct, 150 accessories. Yeah. So അതൊക്കെ ഇട്ട് കഴിയുമ്പോഴുള്ള അവസ്ഥ എന്തായിരിക്കും? വണ്ടി വേറെയോ? സോ ഐ തിങ്ക് 1 by 1 നമ്മൾ ഓരോന്നായിട്ട് അന്വേഷിച്ച് കണ്ടുപിടിച്ച് അതൊക്കെ ചെയ്യുന്നതായിരിക്കും. ആൻഡ് വി ആർ ഗോയിങ് ടു ഗിവ് യു അപ്ഡേറ്റ്സ് ഓഫ് വാട്ട് ഓൾ വി ആർ ഗോയിങ് ടു ഡു വിത്ത് ദിസ് കാർ. ഇത് നമ്മളൊരു പ്രൊജക്റ്റ് ആക്കി നമ്മൾ എടുക്കുകയാണ്. ദ കിയ ടാസ്മാൻ പ്രൊജക്ട്. So first thing is ഡിക്കിയില്. ഫസ്റ്റ് തിങ് ഈസ് ഡിക്കിയുടെ കവർ ഇടും നമ്മൾ. ഐ ഡോണ്ട് നോ ഇഫ് ഇറ്റ് ഈസ് എക്സ്പെൻസീവ് from the showroom. Showroom is expensive. We'll try to get it from outside also. Yeah, so probably AliExpress അവിടെയൊക്കെ ചിലപ്പോൾ കിട്ടുമായിരിക്കും. But definitely, you know, once you get fitted from the showroom, that is a perfect fit. Yeah. That is one thing I'm telling you. എന്ത് നമ്മൾ ചെയ്യുമ്പോഴും ഷോറൂം ലെവൽ ക്വാളിറ്റി കിട്ടണമെങ്കിൽ അതിൽ നിന്ന് മേടിക്കാണ് നല്ലത്. Yeah, I'll not play much with the car. Yeah. So, but I want you to play something with the grill. the grill? Yeah, Kia has a different grill for this car. Oh really? Yeah, I've seen it on some sites. Okay. ഞാൻ നിനക്ക് ലിങ്ക്സ് അയച്ചാൽ just see how much is it. Okay. I don't know. They have a grill with the Kia official Kia grill ഉണ്ടല്ലോ. അതുപോലത്തെ ഒരു ഗ്രില്ലൊക്കെ ഉണ്ട് ഇതിന്. I didn't know that. Yeah, and a more sportier look, more rough look. See, ഈ വണ്ടി എടുക്കുന്ന ഒരു കാരണമാണെന്നറിയോ? It has a very ഒരു സാമ്യം നമ്മുടെ നിസാന്റെ മറ്റേ എന്തോടെ നമ്മുടെ കണ്ടു ഇഷ്ടമുള്ള ഒരു വണ്ടി. അതാ നിസാൻ പെട്രോൾ അല്ല, നിസാൻ സൂപ്പർ സഫാരി. ഓക്കെ. അതിന്റെ ഒരു അതിന്റെ ഒരു ലുക്ക് ഉണ്ട്. അതെ. പിന്നെ വണ്ടിക്കകത്ത് കയറി കഴിഞ്ഞാൽ വണ്ടിക്കകത്ത് ലൈക്ക് സീ ഗൈസ്, വണ്ടിക്കകത്ത് നിങ്ങൾ നോക്കി നോക്കി എന്താണ് ഒരു പ്യുവർ ഒരു കോക്പിറ്റ് ആണ്. ഈ വ്യൂ കണ്ടില്ലേ, ഒരു പ്യുവർ കോക്പിറ്റ്. ഗൈ ലൈക്ക് മീ, എന്റെ പോലത്തെ തടിയനാണ് ഇതിന്റെ ഉള്ളിൽ. കണ്ടോ എന്ത് കംഫർട്ടബിൾ ആയിട്ട് നമ്മൾ ഇരിക്കണം നോക്കിയേ. വെരി കംഫർട്ടബിൾ. ആൻഡ് നല്ല വ്യൂ ആണ്. അപ്പൊ കണ്ടോ എന്റെ അതേ ഐ ലെവൽ വ്യൂ ആണ് ഈ കാണുന്നത് നിങ്ങൾക്ക്. സെയിം ഐ ലെവൽ വ്യൂ. ഇത്രയും ഹൈറ്റ് ഉണ്ട്. പക്ഷേ ദിസ് ഈസ് നോട്ട് ആസ് ടോൾ ആസ് എ നിസാൻ പെട്രോൾ. അത്ര ഹൈറ്റ് ഇല്ല. എന്നാൽ പോലും മേ ബി ലൈക്ക് 2-3 inches ഷോർട്ട്. അത്രയൊക്കെ എനിക്ക് തോന്നുന്നുള്ളൂ. അതിലും കൂടുതൽ തോന്നുന്നില്ല. കയറാനും ഇറങ്ങാനും ഇറ്റ്സ് വെരി സ്മൂത്ത്. എനിക്ക് ഈസി ആയിട്ട് കയറാനും ഇറങ്ങാനും പറ്റും. നിസാൻ പെട്രോൾ ഞാൻ വലിഞ്ഞു കയറുകയാണ്. എനിക്ക് ഇത്ര ഹൈറ്റ് ഉണ്ടായിട്ട് പോലും ഞാൻ വലിഞ്ഞു കയറുകയാണ്. അങ്ങനെ നിസാൻ പെട്രോളിനെ പറ്റി കുറ്റം പറഞ്ഞപ്പോൾ വേറൊരു F-150 വന്നോ പോകുന്ന അവിടെ. ഇല്ല, നിസാൻ പെട്രോൾ കുറ്റം പറയാൻ പറ്റില്ല. നമ്മളൊരു കുറ്റം പറയല്ല. ഇറ്റ്സ് ലവ്ലി കാർ. അതിനെ വിട്ട് വേറെ കളിയില്ല. അത് നമ്മളെ കുഞ്ഞാണ്. പക്ഷെ ദിസ് ഈസ് അനദർ ലെവൽ. ഇതിന് ഇനി നമ്മൾ ഒരു ലോങ് ഡ്രൈവ് പോകുന്നുണ്ട്. നമ്മൾ ഡിബയിലോ അല്ലെങ്കിൽ ഹത്തയിലോ വി ആർ ഗോയിങ് വൺസ്, ബിക്കോസ് ഇനിയിപ്പോൾ നല്ല ക്ലൈമറ്റ് അല്ലേ. ഒരു വീക്കെൻഡിൽ ഞങ്ങൾ പോകുന്നുണ്ട്. ആൻഡ് വി ഹാവ് ടു ടെസ്റ്റ് ദ 4-wheel കപ്പാസിറ്റി. എന്ന് പറഞ്ഞാൽ അടിച്ചു പൊളിച്ചുള്ള പരിപാടിയല്ല, ജസ്റ്റ് സ്ലോ ഡ്രൈവിംഗ്. വണ്ടി ക്ലൈംബ് ചെയ്യുമ്പോഴും വണ്ടിയുടെ ആ ഒരു ട്രാക്ഷൻ കൺട്രോളും ഹിൽ ഡിസെന്റ്. അത് ഐ തിങ്ക് ദർ ആർ ഹിൽ ഡിസെന്റ് ഓട്ടോമാറ്റിക്. അത് ഒരു ബട്ടൺ പ്രസ് ഒരു സംഭവം. there is a hill descent. ആ ഹില്ലിൽ വരുമ്പോൾ ഓട്ടോമാറ്റിക് ഡിറ്റക്ട് ചെയ്യുന്നു തോന്നുന്നുണ്ടോ? Something I can't remember where it was. It has. ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ട്. That it goes by itself. I think it should be in the settings or somewhere in the drive mode. Probably, yeah. അപ്പോൾ ഹിൽ ഡിസെന്റ് നമുക്ക് ടെസ്റ്റ് ചെയ്യണം. നമ്മൾ നിസാൻ പെട്രോൾ പോകുമ്പോൾ നമ്മൾ തന്നെയാണ് ഹിൽ ഡിസെന്റ്. ദിസ് വൺ ഹാസ് an automatic hill descent. പിന്നെ ക്ലൈംബ് ഉണ്ട്. ആ ക്ലൈംബ് ടെസ്റ്റ് ചെയ്യണം. പിന്നെ അതിന് വീൽസ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു മത്തായി. നല്ല അടിപൊളി വീലാണ് കൊടുത്തിരിക്കുന്നത്. കറുപ്പ്. അതും നല്ല
ടയറൊക്കെ നല്ല ഓൾട്ടറിയൻ ടയേഴ്സ് പോലത്തെ ടയേഴ്സ് ആയിട്ടിരിക്കും, നല്ല ടയറാണ്. See, that's the reason why I took this color. So there are two I love this color. ഈ കളറും മറ്റേ ബ്രൗൺ കളറാണ് അതിനകത്ത് അതെ. ഫീച്ചേഴ്സ്. ആൻഡ് ഇന്റീരിയർ കളർ ഈസ് ഓൾസോ വെരി നൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കളറാണ് ഈ ഒരു ബ്രൗൺ. അതിപ്പോ മിക്കവാറും ഡീഫോൾട്ട് ആയിട്ട് ഇത് തന്നെയാണ്. ഇത് നല്ല രസമുണ്ട്. ഈ മിക്സ് വന്നിട്ടുണ്ട്, ബ്ലാക്ക് ആൻഡ് ബ്രൗൺ ഉള്ള മിക്സ് അടിപൊളിയായിട്ടുണ്ട്. It's a good leather also. Yeah. I don't know what. That's pretty എന്താ പറയാ, നല്ല build ആ. നല്ല ബിൽട്ടാ. ഇവിടെയൊക്കെ ഇവിടെ നല്ല ഹാർഡാ കേട്ടോ. പക്ഷെ അത് ഈ തുടയ്ക്കാനൊക്കെ പറ്റിയത്. ദിസ് ഇസ് പ്ലാസ്റ്റിക് ബട്ട് ഈ സ്ക്രീൻ മോർ ദാൻ 10 ഇഞ്ച് 10 അതൊക്കെ കൂടുതലാണ്. ഇത് 20-30 ഇഞ്ച് ഉണ്ടെന്ന് തോന്നുന്നു I think so. അല്ലേ? എത്രയൊക്കെ 20 ഇഞ്ചെങ്കിലും കാണണം സ്ക്രീൻ. 2-3 സെക്ഷനായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സോ എനിക്ക് തോന്നുന്നില്ല ഈ കാർ ഇന്ത്യയിൽ വരുമോ ഇല്ലയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കേരളത്തിലൊന്നും റിലീസാവുമെന്ന് എനിക്ക് അത് വന്നോന്നും എനിക്കറിയില്ല. പക്ഷേ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. ആൻഡ് ഗൈസ്, ദിസ് ഇസ് എ വെരി ബ്യൂട്ടിഫുൾ പിക്കപ്പ്. ഒരു ട്രക്ക് എന്ന് പറയുമ്പോൾ ട്രക്കിനെക്കാട്ടും ഒരു ലക്ഷറി കാറായിട്ട് എനിക്ക് തോന്നുന്നല്ലേ. Even though it's a truck, it's a more of a. You also have luxury cars, F-150 and. Yeah. But I don't think they have such luxury inside, right? F-150. You have to pay for that price. You have to pay. I don't know. എനിക്ക് F-150യുടെ ഇന്റീരിയർ അത്ര വലിയ എനിക്ക് ഇഷ്ടപ്പെട്ടത് കണ്ടില്ല. So, see, ഈ കാറ്റഗറിയിൽ ഈ വിലക്ക്, which is around 171 something. Correct. Where do you get this luxury? Yeah, that's true. ഇനിയിപ്പോൾ കുറേ ജാപ്പനീസ് കാർസ് അല്ല, ചൈനീസ് കാർസിൽ ചിലപ്പോൾ വരുന്നുണ്ടായിരിക്കും. BYDയുടെ പുതിയ ട്രക്ക് ഞാൻ ഒന്ന് പോയപ്പോൾ ഞാൻ കണ്ടു. That is fully electric. This is not electric. Yeah, this is not electric. This is petrol. അപ്പോൾ എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സോ ഗൈസ്, നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. പക്ഷേ ടാസ്മാൻ സ്റ്റോറീസ് ആൻഡ് ഡയറീസ് നമ്മൾ കൂടുതൽ എടുക്കുന്നതായിരിക്കും. ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. I like the car. അല്ല, see, when you like the car, you have to say you like the car. Correct, no? അല്ല, നീ സീറ്റ് എൻജോയ് ചെയ്യാം. നല്ല തണുപ്പ് ബാക്കിലുണ്ടല്ലോ. മറ്റേ എൻ്റെ ചന്തിൻ ബാക്കൊക്കെ ഫ്രിഡ്ജിനുള്ളിൽ വെച്ച പോലെ ഉണ്ട്. എന്റെ വീട്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു ഈ സാധനം ഉണ്ടല്ലോ. ഓ മൈ ഗോഡ്, ഇതൊക്കെയാണ് ശരിക്കും പ്ലെയിനിൽ വേണ്ടത്. യു നീഡ് ദിസ് കൈൻഡ് ഓഫ് തിങ്സ് ഇൻ ദ എയറോപ്ലെയിൻ. അവർ ഇത്രയും സ്പെൻഡ് ചെയ്ത് നമ്മൾ 3 മണിക്കൂർ 4 മണിക്കൂറൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു മരം പോലത്തെ സാധനം ബാക്കിൽ കിട്ടുന്നത്. അതെ, കിടന്നുറങ്ങുമ്പോഴേ കണ്ട നമുക്ക് ഇങ്ങനെ പിടിച്ചൊരു സപ്പോർട്ടായിട്ട് ഇങ്ങനെ പിടിച്ച് കിടന്നുറങ്ങാം. ഇറ്റ് ഈസ് വെരി നൈസ്. ദിസ് ഇസ് റിയലി വർത്തി. ഇങ്ങനെ ആയിരിക്കണം. എർഗണോമിക്സ് ഇസ് ടു ഗുഡ് മാൻ. എക്കണോമിക്സ് അല്ല, എർഗണോമിക്സ്. നീ ആ ക്ലാസ്സിൽ പോയിട്ടില്ല കൊച്ച കള്ളാ. അങ്ങനെ മൊത്തമായി കൺഗ്രാജുലേഷൻ ഫോർ യു ന്യൂ കാർ. ഇതുപോലത്തെ വണ്ടികൾ ഇനി മേടിക്കണം. ഞാൻ തന്നെ പ്രചോദിപ്പിക്കുന്നു. എന്തെങ്കിലുമൊക്കെ ആവട്ടെ. So until we meet again for the next expedition with Kia Tasman. ഈ ടസ്മാൻ എന്ന് പറഞ്ഞ ഒരു ഓസ്ട്രേലിയൻ ഇതുപോലെ ഉണ്ടല്ലോ. ടസ്മാനിയൻ ടൈഗർ അങ്ങനെ സാധനം ഉണ്ടല്ലേ. Tasmanian tiger. So this vehicle first launched in Australia. Okay. So I think they targeted the Australian people. Okay. I think their marketing was very good in that way. കാരണം ഓസ്ട്രേലിയയിലാണല്ലോ ഈ അവിടെയാണല്ലോ ഏറ്റവും കൂടുതൽ ലാൻഡ് ക്രൂസേഴ്സ് വിൽക്കുന്നത്. സോ എല്ലാവരും പറയും UAE ഏറ്റവും കൂടുതൽ ലാൻഡ്, പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലാൻഡ് ക്രൂസർ നിസാൻ പെട്രോൾ വിൽക്കുന്നത് ഓസ്ട്രേലിയ. സോ ഐ തിങ്ക് ദേ ടാർഗറ്റഡ് ഫ്രം ദേർ. സോ ഇവിടെ അത്രയും കോമൺ ആയിട്ടില്ല ഈ വണ്ടി. ഇവിടെ അത്രയും കോമൺ ആയിട്ടില്ല. പക്ഷേ ഐ തിങ്ക് ഇറ്റ് വിൽ ഗെറ്റ് കോമൺ ബിക്കോസ് ഇത് എനിക്ക് മിക്കവാറും ഈ വണ്ടി ഇവിടെ ഹിറ്റ് ആവാൻ സാധ്യതയുണ്ട് ഇവിടെ. Yeah, people are look എല്ലാം വെച്ചിട്ട് people don't, not everybody like it, but once you sit and drive, correct. See, നിനക്കറിയാലോ ഇതിനു മുമ്പേ I had even what do you call the you had Prado, you had FJ മറ്റേത് Range Rover Discovery അല്ലേ. Yeah, so that is a different segment. Correct. പക്ഷെ അത് ഇച്ചിരി ഹാർഡ് ആണ്. ഇത് ഇച്ചിരി സോഫ്റ്റ് ആയിട്ടുള്ള രീതിയാണ്. Honestly, I like this car much more than even Tahoe at the moment. Correct. Yeah, Tahoe is American, but anyway, so guys, it's a different thing. ഇപ്പോൾ എല്ലാവരും ഡിഫറെന്റ് പെർസ്പെക്റ്റീവ്. ബട്ട് വാല്യൂ ഫോർ മണി എന്നൊക്കെ പറയുമ്പോൾ പിന്നെ അത് കണ്ടു മാത്യു എന്നിവിടെ ലോഗോ ഒക്കെ അടിച്ചു വരുന്നുണ്ട്. എൻ്റെ മോനെ, കാറിന് പകരം ഇനി എന്ത് ചെയ്യണം? അപ്പോൾ ഇതൊക്കെയാണ് ഒരു സിഗ്നേച്ചർ അവിടെ വീണ് കഴിഞ്ഞു. കാറിൻ്റെ ഉള്ളിൽ വരാൻ ഇനി മത്തായിന്ന് മാത്യു എന്ന് മാറ്റി മത്തായി എന്നൊക്കെ. ഇത് എഴുതേണ്ടി വരും. I like to drive this car. I don't want to own this car. എനിക്ക് എൻ്റെ നിസാൻ പെട്രോളും ധാരാളം. വല്ലപ്പോഴും വീക്കെൻഡിൽ മത്തായിയുടെ ഒപ്പം പോവാ,
വീഡിയോ എടുക്കുക. നമ്മൾ ഒരുമിച്ച് പോകുമ്പോൾ അങ്ങനത്തെ വീഡിയോസ് ഒക്കെ വരുമ്പോൾ നല്ല രസമായിരിക്കും ആൾക്കാർ പറയുന്നുണ്ട്. ഒരു ചൈനീസ് വണ്ടി ഇതാ ചീറിപ്പാഞ്ഞു പോകുന്നു. കണ്ടു കഴിഞ്ഞാൽ റിയൽ റേഞ്ച് റോവറാന്ന് തോന്നുന്നു. ഇത് ഏതോ പുതിയൊരു സാധനം. വഴി നീളം മൊത്തം അങ്ങനത്തെ വണ്ടികളാണ്. ലോക്കൽസ് ഇഷ്ടംപോലെ മേടിക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കും. ഞാൻ പറഞ്ഞില്ല, ഞാൻ വണ്ടിയുടെ ഇന്റീരിയറാണ് ഞാൻ കൂടുതൽ കാണിച്ചത്. ബിക്കോസ് ഐ വാണ്ടഡ് ടു ഷോ യു ദ ഫീച്ചേഴ്സ് ഇൻസൈഡ്. പുറത്തെ ഫീച്ചേഴ്സൊക്കെ നമ്മളെല്ലാവരും ആണ്. പക്ഷേ ഒരു യൂസ് ചെയ്യുന്ന ഒരാൾ വണ്ടീനെ പറ്റി പറയുമ്പോൾ ഉള്ള ഒരു ഡിഫറൻസ് വേറെയാണ് അല്ലേ. ഒരു റിവ്യൂ ചെയ്യുന്നതിനെക്കാട്ടും ബെറ്റർ അല്ലേ. നമ്മളിപ്പോൾ പെയ്ഡ് റിവ്യൂ ഒന്നല്ല നമ്മൾ ചെയ്യുന്നത്. നമ്മൾ സ്വന്തമായിട്ട് ഒരു ആൾ, എൻ്റെ ഫ്രണ്ട് വണ്ടി മേടിച്ചപ്പോൾ അയാളുടെ ഒരു അനുഭവമാണ് നമ്മൾ ഈ കാണിക്കുന്നത്. അല്ലാതെ നമ്മൾ പെയ്ഡ് റിവ്യൂ ഒന്നല്ല ചെയ്യുന്നത്. ദിസ് ഇസ് ടോട്ടലി ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് റിവ്യൂ. നമ്മൾ ഒരിക്കലും പെയ്ഡോ അതെങ്ങനെ വാങ്ങിയെന്നല്ല. ഇതിന് ഈ വണ്ടി ഓടിച്ചു കഴിഞ്ഞുള്ള അതും വണ്ടി മേടിച്ച് കൊടുക്കുന്ന നിർത്തിയിട്ടുള്ള എക്സ്പീരിയൻസ് അല്ല. ഈ ഹാസ് ബീൻ ഡ്രൈവിംഗ് ഫോർ എ വീക്ക് ഓർ 2, റൈറ്റ്? More than a week, right? Almost a month, right? Almost 3,000 kilometers. Almost 3,000 kilometers ആയി. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ റിവ്യൂ ചെയ്യുന്നത് തന്നെ. സോ യു നോ ഹൗ എന്താ പറയുക ഓത്തൻറ്റിക് ദിസ് റിവ്യൂ ഈസ്. കാരണം ഒരാൾ വണ്ടി 3000 കിലോമീറ്റർ ഓടിച്ചതിന് ശേഷമാണ് നമ്മൾ പറയുന്നത് ദിസ് കാർ ഈസ് ഗുഡ്. ഇനിയിപ്പോൾ ലൈക്ക് ഹൗ ലോങ് ഡു യു തിങ്ക് യു യൂസ് ദിസ് കാർ? 5 years. 5 years easy at. And the kilometers warranty, how much warranty you get from the car? So I don't remember exactly. I think it's 100,000 kilometers, something like okay, 100,000 kilometers. 5 years or 100,000 kilometers. Something like that, yeah. So 5 yearsന് ഒന്നും നോക്കണ്ട, സുഖമായിട്ട് ഓടിക്കാൻ വേണ്ടി. അതും ഇത്രയും ഈ ഒരു വിലക്ക്. Actually, the price is so good. ഈ വണ്ടി നമ്മുടെ പണ്ട് നമ്മള് when we were growing up, remember we had Cadillacs. Correct, yeah. So which when like ഒരു തരം ഒരു ഫ്ലോയിൽ പോകുന്നത് air suspension. Yeah. So this one has got that, see? Yeah, okay. Yeah, correct, yeah. So how do you feel? അതാണ് guys, അതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഞങ്ങൾ പുറത്ത് പോയി ഓഫ് റോഡ് ചെയ്യുമ്പോൾ, ഓഫ് റോഡ് എന്ന് പറയുമ്പോൾ നമ്മൾ മറ്റേ വലിയ സ്റ്റണ്ട് ഒന്നല്ല ചെയ്യുമ്പോൾ, ഒന്ന് പ്രോപ്പർ ഓഫ് റോഡുള്ള റോഡിൽ പോയിട്ട് ഓടിച്ചിട്ട് ഈ വണ്ടിയുടെ എക്സ്പീരിയൻസ് നമ്മൾ കാണിച്ചു തരാം. And we'll tell you how we felt. Coming soon. Okay? അപ്പോൾ അതുവരെ സന്ധിക്കും വരെ വണക്കം. Bye. Posted up, phone lit, but my mind split in two. Mama taught me faith while the net tells me what's true. Breaking through barriers, but barely breathing. Millions of likes, but my tribe keeps decreting. Moving through motions, maintaining my mission. Quick clicks, counting up, causing constant collision. Filtering feelings.